ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു വാട്ടർഫോൾ സാരി ഡ്രേപ്പിംഗ് ചെയ്യാം. ഇത് ഒത്തിരി പഴയ ഒരു സാരിയാണ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ അച്ഛൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തൊരു സാരിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഡ്രേപ്പാണ്. അപ്പം പട്ടുസാരി ഒന്നും ഈ ഡ്രേപ്പിന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഷിഫോൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ സാരിയാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്, ഒട്ടും എന്താ പറയുക, കോംപ്ലിക്കേറ്റഡേ അല്ല. സാധാരണ നമ്മൾ സാരി ഉടുക്കുന്ന പോലെയുള്ള ആക്ഷൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുക. പല്ലു പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഫോർ ദ നെയിം സേക്ക് ഒന്ന് എടുത്ത് വയ്ക്കുക. എനിക്ക് ഈ പല്ലു ഇങ്ങനെ എന്താ പറയുക, ഞൊറിവ് പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്തതാണ്. അങ്ങനെ പല്ലു എടുത്ത് മെഷർമെൻ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു അന്താസ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് ഇത് മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുക. താഴത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് തന്നെ എടുക്കുക. താഴത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് സെക്യൂർ ചെയ്യുക. പിന്ന് വെച്ചോ പിന്ന് വെക്കാതെയോ അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടാണ്. തടഞ്ഞു വീഴാതിരിക്കാനാണ് മെയിൻലി നമ്മൾ പിന്നൊക്കെ കുത്തി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ പ്ലീറ്റ്സ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പല്ലു അഴിക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ തന്നെ സാരി ഒരു ഇങ്ങനെ തട്ടുകളായിട്ടുള്ള ഞൊറിവുകളായിട്ട് ഇങ്ങനെ വരും. നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് പിന്നെ കുത്തുന്ന സമയത്ത് ഷോൾഡറിലേക്ക് ഇറക്കി കുത്തുന്നില്ല, കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെയാണ് പിന്നെ നമ്മൾ കുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് സാരിക്ക് ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹിപ്പ് ചെയിനും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ആ ഞൊറിവുകളൊക്കെ കറക്റ്റ് ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹിപ്പ് ചെയിനും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ലൊരു ഡെഫിനിഷൻ വന്നു സാരിക്ക്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.